പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒത്തിരി പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിന്നാണ് നാം ഓരോരുത്തരും ഈ തൊടുകുറി ഫലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ മാറുവാനും ഈശ്വര അനുഗ്രഹത്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം മുക്കുറ്റിയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് തൊട്ടാവാടിയുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഈശ്വര അനുഗ്രഹം മാത്രമാണ്. നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുവെന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുകയാണ് തൊടുകുറി ഫലങ്ങൾ. ജീവിതത്തിൽ എപ്പോഴും വളരെയധികം ആത്മീയ ചിന്തയുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിക്കുന്ന സകല നന്മകൾക്കും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയാറുണ്ട്. കഷ്ടങ്ങളിലൂടെ ആണെങ്കിലും കണ്ണുനീരിലൂടെ ആണെങ്കിലും രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ആ ഒരു ഈശ്വര ചൈതന്യത്തെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഈശ്വര ദാനങ്ങളെയോ മറക്കാത്ത വ്യക്തികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനോടും ഒരു നന്ദിയുള്ള വ്യക്തികൾ. കഷ്ടങ്ങളെയും രോഗങ്ങളെയും ഭാരങ്ങളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ജീവിതവുമായി സന്തോഷിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത പല ആഗ്രഹങ്ങളുമുണ്ട്. പല വ്യക്തികളെയും ജീവിതത്തോട് ചേർത്ത് നിർത്തണമെന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പാടുകളും എത്രയൊക്കെ ദുരിതങ്ങളാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. പലയിടങ്ങളിലും നിങ്ങൾ പരാജയപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. പലയിടങ്ങളിലും നിങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ, അത്തരം ജീവിതത്തെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു ഭവനം, അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങൾ, ഒരു നല്ലൊരു ഉപജീവന മാർഗം, കുറച്ച് വസ്തു എന്ന സ്വപ്നം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കണമെന്ന് ഈശ്വരനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, അതെന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും വരുന്ന കുറച്ചു മാസങ്ങൾക്കകം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. പല അവസരങ്ങളിലും ഭയപ്പെട്ടു നിന്ന അവസരങ്ങളുണ്ട്. ഒരു ജോലിക്കായി ആശിച്ചു നിന്ന് അത് മറ്റുള്ളവർ തട്ടിയെടുത്ത അനുഭവങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അറിഞ്ഞതും അറിയാത്തതുമായ പല കാര്യങ്ങളിലും തകർന്നു പോയ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാതെ ജീവിതത്തിൽ സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ പ്രയാസങ്ങളെ തരണം ചെയ്യുവാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ആഗ്രഹിച്ചു നേടുന്ന പല കാര്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗമില്ലാതായി പോകുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്. എന്നാലും തീർച്ചയായിട്ടും ഈശ്വര ശക്തി എന്നൊരു വലിയ ശക്തി നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും എടുത്ത തുണയായിട്ട് ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു കാരണവശാലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വേണ്ട എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റിമറിച്ച് ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ചയിലൂടെ നിങ്ങൾ കടന്നു പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ മുക്കുറ്റി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, തൊട്ടാവാടി. എന്താണ് ഈ തൊട്ടാവാടിയുടെ സവിശേഷത എന്നറിയാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു ചെടി. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും ഈ ചെടിയെ പോലെ തന്നെയാണ്.
വളരെ നിസ്സാരമായ കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് തടസ്സം നിൽക്കാത്ത എല്ലാ കാര്യങ്ങൾക്കും വിഷമിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും നിങ്ങളുടെ നിഷ്കളങ്ക മനോഭാവം തന്നെയാണ് അതിന് കാരണമായി നിൽക്കുന്നത്. ജീവിതം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ആർക്കും ഒരു ഭാരമാകാതെ, ഒന്നിനും പഴിയോ അല്ലെങ്കിൽ ഒന്നിനും പ്രയാസമോ കഷ്ടതകളോ ഒന്നും പറയാതെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ദാനത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെ അടിച്ചമർത്താനും പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുവാനും നിങ്ങളെ പ്രതിസന്ധിയിൽ ആഴ്ത്തുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. എന്നാലും തീർച്ചയായിട്ടും ദൈവിക അനുഗ്രഹവും ദൈവിക കരുണയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം, വളരെ പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ജീവിതത്തിൽ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സാമ്പത്തികപരമായ വിഷയങ്ങളും മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന സമയങ്ങളിലുമൊക്കെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എടുത്തുചാട്ട മനോഭാവം, പല തീരുമാനങ്ങളും നിങ്ങളെ കഷ്ടതയിലാക്കുന്നുണ്ട്, പല തീരുമാനങ്ങളും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. ആർക്കാണ് എപ്പോഴാണ് നല്ല ദാനങ്ങൾ നൽകാൻ കഴിയുക എന്നൊന്നും ചിന്തിക്കാതെയുള്ള നിങ്ങളെ പെരുമാറ്റം ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥമാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം തന്നെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പലപ്പോഴും വേദനിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കാറുണ്ട്. പലപ്പോഴും നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരവസ്ഥകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും നല്ലത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. അപ്രകാരം നിങ്ങളുടെ ജീവിതം നയിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളെ അലട്ടുന്ന കടഭാരങ്ങളാണെങ്കിലും കണ്ണുനീരുകളാണെങ്കിലും ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടമാണെങ്കിലും അങ്ങനെ തുടങ്ങി എന്ത് പ്രയാസമാണോ പ്രതിസന്ധിയാണോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കും. ആ മാറ്റം സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ ഒരനുഗ്രഹം ഉണ്ടാകണം. ആ അനുഗ്രഹം നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസവും ഈശ്വര അനുഗ്രഹവും ഒക്കെ ഒരുപാട് നിങ്ങളിൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ദുഃഖങ്ങളെയും ഒക്കെ തരണം ചെയ്ത് നല്ലൊരു അനുഗ്രഹം കൊണ്ടുവരുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ. കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ മാറി ജീവിതത്തിൽ നല്ലൊരു ശതമാനവും നിങ്ങൾക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്രകാരം നല്ല വ്യക്തികളാണ്. ജീവിതത്തിലെ കഷ്ടങ്ങളും കടഭാരങ്ങളും എല്ലാം മാറ്റിമറിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.